നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. ഓക്കെ, അംഗീകരിക്കുന്നു. ആ വാക്കിനെ ഞാൻ അംഗീകരിക്കുന്നു. അതിനുശേഷം പറഞ്ഞ നിങ്ങൾ ഒരു വാക്കും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ബാക്കിയൊന്നും നമ്മൾ അക്സെപ്റ്റ് ചെയ്യൂല. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധ ബുദ്ധിയൊന്നും ആ ഉസ്താദിനില്ല. പൊന്നാര ജലീൽക്ക. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ദേഷ്യം ഉണ്ടായിട്ട് പറയല്ല. ഒരു വീഡിയോ ചെയ്യുമ്പോൾ, ഒരു റിയാക്റ്റിംഗ് വീഡിയോ ചെയ്യുമ്പോൾ, നമ്മൾ ഒരാളെ വീഡിയോ എടുത്ത് കുടയുമ്പോൾ, അത് സോഷ്യൽ മീഡിയ ഇട്ടുകൊണ്ട് നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ആ മനുഷ്യൻ എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്ത ആളെന്താ പറഞ്ഞത്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വീഡിയോ ചെയ്യുക. നിങ്ങൾ പറഞ്ഞതും ആ ഉസ്താദ് പറഞ്ഞതും എത്ര വ്യത്യാസമുണ്ട്. ജസ്റ്റ് ആ കമൻറ്റ് ബോക്സ് ഒന്ന് നിങ്ങൾ തുറന്നു നോക്കി. നിങ്ങൾ പറഞ്ഞതും ആ ഉസ്താദ് പറഞ്ഞു എത്രയോ വ്യത്യാസമുണ്ട്. ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് കേട്ടാലും കണ്ടാലും അറിയില്ലേ, അന്നം തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാവൂലേ. പൊന്നാര ജലീൽക്ക, നിങ്ങൾ പറഞ്ഞത് വളരെ അബദ്ധാണെന്നുള്ളത്. ആ ഉസ്താദ് എന്നാ പറഞ്ഞത്, പെണ്ണുങ്ങൾക്ക് പിന്നെ ഭാര്യമാർക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കണ്ട, ഓലെ ടൂർ കൊണ്ടുപോകണ്ട, ട്രിപ്പ് കൊണ്ടുപോകണ്ട എന്നാ ഉസ്താദ് പറഞ്ഞത്. ആ ഉസ്താദ് പറഞ്ഞതും നിങ്ങൾ പറഞ്ഞതും വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വെറുതെ കടന്നിട്ട് ഒരു റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്യല്ലേ. നമുക്ക് രണ്ട് കൂട്ടരുത് നമുക്ക് കേൾക്കാം. നിങ്ങൾ പറഞ്ഞതും ആ ഉസ്താദ് പറഞ്ഞതും നമുക്ക് കേൾക്കാം. എന്നിട്ട് പ്രേക്ഷകർ വിലയിരുത്തി ഇൻഷാ അല്ലാഹ് കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ അറിയിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും. നിങ്ങൾ ഈ കോലത്തില് ഒരാളെയും കൗൺസിലിംഗ് ചെയ്യാനോ മോട്ടിവേഷൻ ചെയ്യാനോ നിൽക്കരുത് കേട്ടോ. എക്കോലത്തിലാണെന്നുള്ളത് ആദ്യം മൂപ്പരെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞത്. പുതിയാപ്പിളൊരു വൈവില്ലാന്ന്, അയാളെ ഉടുക്ക് ടൂർ ഉണ്ടാവില്ല. ഇപ്പോഴും ആ പെരന്റെ ഉള്ളില് എന്താ പറയാ, എങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല, ഒരു രസമില്ല. ആ റീൽസിലൊക്കെ കാണുമ്പോ എത്ര കപ്പിൾസ് അല്ലേ എവിടേക്കൊക്കെ ടൂർ പോകുന്നത്, എന്തെല്ലാം കഴിക്കുന്നത്, ഐസ്ക്രീം അങ്ങോട്ട് വെച്ചു കൊടുക്കുന്നു, ഇങ്ങോട്ട് വെച്ചു കൊടുക്കുന്നു. അവരുടെയൊക്കെയാണ് ലൈഫ്. ഇന്റെ ഒന്നും ലൈഫല്ല, ഇന്റെ ഒക്കെ ബോർ ലൈഫാണ്. എന്നാ പഠിച്ചോനെ ഞാനൊക്കെ നന്നാവാ. കെട്ടിക്കണ മുമ്പേ വാപ്പി കൊണ്ടില്ല, കെട്ടിച്ചപ്പോ പുതിയാപ്പിള കൊണ്ടുവന്ന് കരുതി അതുമില്ല. അല്ലാത്ത ലൈഫാണ്. ചില സഹോദരിമാരൊക്കെ കൗൺസിലിംഗ് വരുമ്പോൾ മറ്റൊക്കെ കേൾക്കുന്ന സംസാരങ്ങളാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മള് റീൽസിൽ കാണുന്നതല്ല കേട്ടോ യഥാർത്ഥ ലൈഫ് പറഞ്ഞാല്. റിയൽ ലൈഫും റിയൽ ലൈഫും ഒരുപാട് മാറ്റമുണ്ട്. നമ്മള് റീൽസിൽ കാണുന്ന കപ്പിൾസ് ടൂർ പോകുന്നുണ്ടാകും, സ്നേഹത്തോടെ ഭാര്യയോട് സംസാരിക്കുന്നുണ്ടാകും, ബീച്ചിലും മറ്റുള്ള ഒരുപാട് സംഗതികളൊക്കെ റീൽസിൽ കാണുമ്പോഴേ നമ്മൾ കരുതും അതൊക്കെയാണ് ടോപ്പ് ഭർത്താവ്. എന്റെ ഭർത്താവൊന്നും വൈവിൽ എന്നും കട, എന്നും ജോലി. ഒരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് രാവിലെ മുതൽ വൈകുന്നേരം വരെ, അല്ലെങ്കിൽ പ്രവാസികളായ പ്രിയപ്പെട്ട പാവങ്ങൾ നമുക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ഉമ്മയെ കാണാതെ, മക്കളെ കാണാതെ, നമ്മളെ കാണാതെ അവിടെ കഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മളോടുള്ള ആ ഒരു സ്നേഹമാണ്. അതുകൊണ്ട് ബീച്ചിൽ പോകലോ അല്ലെങ്കിൽ 2, 3, 4 ദിവസം ടൂർ പോകലോ അല്ല കേട്ടോ ജീവിതം. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ഭർത്താവ് ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. റിയൽ ലൈഫ് അല്ല റിയൽ ലൈഫ്. ഓക്കെ, അംഗീകരിക്കുന്നു. ആ വാക്കിനെ ഞാൻ അംഗീകരിക്കുന്നു. അതിനുശേഷം പറഞ്ഞ നിങ്ങൾ ഒരു വാക്കും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. എന്താണ് ഒരു ഭാര്യയോട് സ്നേഹത്തിലൊന്ന് സംസാരിച്ചാൽ എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം വാങ്ങി അവളെ വായിൽ വെച്ചു കൊടുത്താൽ എന്താണ് പ്രശ്നം? ഓക്കെ, 6 മാസത്തിൽ ഒരിക്കൽ ഒന്ന് അവളെയും കൊണ്ട് ഒരു ബീച്ചിൽ പോകുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നത് ഭർത്താവിന്റെ സ്നേഹത്തെയാണ്. സ്നേഹം പ്രകടമാക്കാനുള്ള ഒരു സാധനമാണ്, അത് പൂട്ടിക്കെട്ടി വെക്കാനുള്ള സാധനമല്ല. ഓക്കെ, എന്തൊക്കെ തിരക്കുണ്ട് എന്ന് പറഞ്ഞാലും അവളെ അടുത്തിരുത്തിയിട്ട് ഒരു വാക്ക് നല്ല സമാധാനത്തിൽ പറയുന്നോണ്ട് എന്താണ് ആ സ്ത്രീകളും എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നത് അവളെ പരിഗണിക്കുന്ന ഒരു ഭർത്താവായിരിക്കണം എന്നുള്ളതാണ്. ഭർത്താവ് പരിഗണിച്ചേ മതിയാവുള്ളൂ. അള്ളാന്റെ റസൂലും ആയിഷ ബീവിയും കൂടിയിട്ട് ഓട്ട മത്സരം വെച്ചിട്ടുണ്ട് എന്നും ഒരു കപ്പിൽ നിന്ന് വെള്ളമെടുത്ത് കുളിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പ്രണയത്തിന്റെ ഭാഗമാണ്. പ്രണയമാണ് ജീവിതം, അല്ലാതെ ആണിന്റെ മൊരട്ട സ്വഭാവമല്ല ജീവിതം. നിങ്ങൾ ഈ പറഞ്ഞ വാക്കിനോട് യാതൊരു വിധത്തിലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭർത്താവ് ഇനിയിപ്പോ എന്നും ഷോപ്പിൽ പോകണവനോ ആയിക്കോട്ടെ, എന്നും കടയിൽ പോകണവനോ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇത് ചെയ്യരുത് എന്നാണോ അതിന്റെ അർത്ഥം? എന്റെ പ്രിയതമയെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നല്ല 2 വാക്ക് കേൾക്കാനാണ് എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നത്. അത് ഭർത്താവ് മാറൂല, ഞാൻ ഇങ്ങനെ മൊരടനാണ്, നീ എന്നെ സഹിച്ചു നിൽക്കണം എന്നൊന്നും ഒരു ഭാര്യ ആഗ്രഹിക്കുന്നില്ല. ഈ ലെവലിലാണ് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ മോശമാണ് നിങ്ങളെ കൗൺസിലിംഗ് കേട്ടോ.